Dear students, welcome to our another English class. നമ്മുടെ മറ്റൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പെരി തോമസിൻ്റെ അമിഗോ ബ്രദേഴ്സ് എന്ന ഒരു സ്റ്റോറിയാണ്. അമിഗോ എന്ന് പറഞ്ഞാൽ സുഹൃത്ത് എന്നാണ് അർത്ഥം. ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ. അമിഗോ ബ്രദേഴ്സ് എന്നാൽ സുഹൃത്തുക്കളായ സഹോദരങ്ങൾ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഏതായാലും നമുക്ക് നമ്മുടെ ഓഥറെ കുറിച്ച് എന്താണ് പറയുന്നത് എന്നുള്ളതൊന്ന് നോക്കാം. Perry Thomas, born in 1928 and died in 2011, was a writer and poet whose memoir Down These Mean Streets became a bestseller. അപ്പോൾ 1928 ജനിക്കുകയും 2011 മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അവരൊരു എഴുത്തുകാരനും അതുപോലെ തന്നെ ഒരു കവിയുമായിരുന്നു. അവർക്കൊരു ഓർമ്മക്കുറിപ്പുണ്ടായിരുന്നു. ഡൗൺ ദീസ് മീൻ സ്ട്രീറ്റ്സ് എന്നാണ് അതിൻ്റെ പേര്. അത് ബെസ്റ്റ് സെല്ലറായിട്ടുണ്ടായിരുന്നു. While spending 7 years in prison, Thomas reflected on the teachings of his mother and father and realized that a person is not born a criminal. അപ്പോൾ 7 വർഷം നമ്മുടെ ഓഥർ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ 7 വർഷം ജയിൽ വാസം അനുഭവിച്ചത് കൊണ്ട് തന്നെ അവർ ഒരു കാര്യം മനസ്സിലാക്കി. എന്തെന്നാൽ ഒരാളും തന്നെ കുറ്റവാളിയായിട്ട് ജനിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി. കാരണം അവർ ജയിലിൽ 7 വർഷം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജയിലിൽ പല ആളുകളും വന്നിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും അവരോടൊക്കെ സംസാരിക്കുകയും അവരുടെ എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് നമ്മുടെ ഓഥറിന് മനസ്സിലായ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഒരാളും തന്നെ ക്രിമിനലായിട്ട് ജനിക്കുന്നില്ല എന്നുള്ളതാണ്. കുറ്റവാളിയായിട്ട് ആരും ജനിക്കുന്നില്ല. അവൻ്റെ ജീവിത സാഹചര്യം അങ്ങനെ ഓരോ ജനിച്ചതിന് ശേഷമുള്ള അവൻ്റെ ചുറ്റുപാട് അതിനനുസരിച്ചാണ് അവൻ്റെ ക്രിമിനൽ സ്വഭാവം ഉടലെടുക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം ആര് മനസ്സിലാക്കി? നമ്മുടെ പെരി തോമസ് മനസ്സിലാക്കി. Consequently, he decided to use his street and prison know how to reach at risk youth and to help them avoid a life of crime. അങ്ങനെ തൻ്റെ 7 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം പെരി തോമസ് മനസ്സിലാക്കിയത് ഒരാളും തന്നെ കുറ്റവാളിയായിട്ട് ജനിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ റിസ്ക് യൂത്തിലോട്ട് അദ്ദേഹം ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ളതാണ്. എന്താ റിസ്ക് യൂത്ത് എന്ന് പറഞ്ഞാൽ? അപകട മേഖലയിലുള്ള യുവാക്കൾ അഥവാ വളരെ മോശമായ മേഖലയിലോട്ട് പോകാൻ തിരിയുന്ന യുവാക്കളെ, അല്ലെങ്കിൽ ക്രിമിനൽ സ്വഭാവമുള്ള യുവാക്കളെ, അല്ലെങ്കിൽ എന്താണ് കുറ്റകൃത്യത്തിലോട്ട് തിരിയാനുള്ള യുവാക്കളെ എന്ത് ചെയ്തു? നമ്മുടെ പെരി തോമസ് അതിൽ നിന്നും അവരെ പിന്തിരിപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം തീരുമാനിക്കുകയും അദ്ദേഹം എന്ത് ചെയ്തു? തോമസ് ട്രാവൽഡ് അറൗണ്ട് ദ US, സെൻട്രൽ അമേരിക്ക ആൻഡ് യൂറോപ്പ്, giving lectures and conducting workshops in colleges and universities. US അതുപോലെ തന്നെ സെൻട്രൽ അമേരിക്ക, യൂറോപ്പ് അവിടെയൊക്കെ അദ്ദേഹം യാത്ര ചെയ്തു. ഗിവിങ് ലെക്ചേഴ്സ്, അവിടെയൊക്കെ ലെക്ചേഴ്സ് നടത്തി, അല്ലെങ്കിൽ പ്രസംഗങ്ങൾ നടത്തി. ആൻഡ് കണ്ടക്ടിങ് വർക്ക്ഷോപ്പുകളൊക്കെ നടത്തി. ഇൻ കോളേജസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ്, അവിടെയുള്ള കോളേജുകൾ, അവിടെയുള്ള യൂണിവേഴ്സിറ്റികൾ, ഇവിടെയൊക്കെ അദ്ദേഹം പ്രസംഗിക്കുകയും അദ്ദേഹം എന്ത് ചെയ്തു? കുറ്റകൃത്യത്തിലോട്ട് തിരിയുന്ന യുവാക്കളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓഥറെ കുറിച്ച് പറയാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഒരാളും കുറ്റവാളിയായിട്ട് ജനിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കുറ്റകൃത്യത്തിലോട്ട് പോകുന്ന യുവാക്കൾ എന്ത് ചെയ്തു? അദ്ദേഹം പിന്തിരിപ്പിക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നമ്മുടെ ചാപ്റ്ററിൽ പോയി നോക്കാം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമിഗോ ബ്രദേഴ്സ്, അമിഗോ എന്ന് പറഞ്ഞാൽ സുഹൃത്ത്, ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ, സുഹൃത്തുക്കളായ സഹോദരങ്ങൾ എന്നുള്ളതാണ് നമ്മുടെ സ്റ്റോറിയുടെ പേര്. എന്താണ് ഇതിൽ പറയുന്നത് നോക്കാം. ദ പ്രസൻസ് ഓഫ് എ വാൾ ബിറ്റ്വീൻ ഓർച്ചാർഡ്സ് ദസ് എൻഷുർ ഗുഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നെയ്ബേഴ്സ്. ഇപ്പോൾ ഇവിടെ പറയുന്നത് പൂന്തോട്ടങ്ങളുടെ ഇടക്കുള്ള ഓർച്ചാർഡ് എന്ന് പറഞ്ഞാൽ പഴത്തോട്ടങ്ങളുടെ ഇടയ്ക്കുള്ള മതിൽ അയൽക്കാരുമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ ഉറപ്പുവരുത്തുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇപ്പം നമ്മൾ പഴത്തോട്ടങ്ങളുടെ ഇടയിലൊക്കെ മതിലുകൾ വേണം. എന്നാൽ എന്ത് ചെയ്യും? അയൽക്കാരുമായിട്ടുള്ള ബന്ധം നമുക്ക് നല്ലതാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. മതിൽ അത്യാവശ്യമാണ് അല്ലേ? ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്നുള്ളൊരു കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ചാപ്റ്ററിൽ.
അപ്പോൾ മതിലുകൾ എന്ത് ചെയ്യുന്നു, അയൽക്കാരുമായിട്ടുള്ള നല്ല ബന്ധം നിലനിർത്താൻ സഹായിക്കുന്നു എന്നുള്ളത്. ഈസ് ഇറ്റ് ദ ആക്ട് ഓഫ് ബിൽഡിംഗ് ദ വാൾ ഓർ അക്നോളജിങ് ദ നെയ്ബേഴ്സ് റിക്വസ്റ്റ് ദാറ്റ് റിയലി എസ്റ്റാബ്ലിഷസ് റിലേഷൻഷിപ്പ്? ഇവിടെ പറയുന്നത് ഒരു മതിൽ കെട്ടുകയാണോ അല്ലെങ്കിൽ അയൽവാസിയുടെ ആജ്ഞകൾ നമ്മൾ എന്താ പറയുക, അയൽക്കാരൻ്റെ അഭ്യർത്ഥന നമ്മൾ അംഗീകരിക്കുന്നതാണോ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. മതിൽ കെട്ടുന്നതാണോ നല്ലത്, നമ്മൾ അയൽവാസിയുടെ ഇടയിൽ മതിൽ കെട്ടുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ അയൽവാസിയുടെ അഭ്യർത്ഥന അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണോ നല്ലത്? എന്തിനു വേണ്ടി? നല്ല ബന്ധങ്ങൾ നിലനിർത്തുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ബന്ധങ്ങൾ നിലനിർത്താൻ, നല്ല ബന്ധം അയൽവാസിയുമായിട്ട് ഉണ്ടാക്കാൻ രണ്ട് കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അയൽവാസി പറയുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ അഭ്യർത്ഥനയൊക്കെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അപ്പോൾ അയൽവാസി നല്ല ഇഷ്ടം ഉണ്ടാവും, ഇല്ലേ? അയൽവാസി പറയുന്നത് നമ്മൾ എതിർക്കുമ്പോഴാണ്, അല്ലെ നമ്മൾ പറയുന്നത് നമ്മുടെ അയൽവാസി എതിർക്കുമ്പോഴല്ലേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അയൽവാസിയുടെ അഭ്യർത്ഥനകൾ മാനിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുന്നതാണോ അല്ലെങ്കിൽ മതിൽ കെട്ടുന്നതാണോ നല്ല ബന്ധം ഉണ്ടാക്കാൻ സഹായിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. പല അഭിപ്രായങ്ങളും അതിലുണ്ടാവും കേട്ടോ. ഏതായാലും മതിൽ അയൽവാസിയുമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്നതിൽ സഹായിക്കുന്നു എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഡു വി റിയലി നീഡ് വാൾസ്? സത്യത്തിൽ നമുക്ക് മതിലുകൾ ആവശ്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഷുഡിൻ വി ഡെയർ ടു ഗോ ബിയോണ്ട് ദ ബൗണ്ടറീസ്? പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ അതിരുകൾക്കപ്പുറം പോകാൻ പരിശ്രമിക്കേണ്ടേ എന്നാണ് ചോദിക്കുന്നത്. ഒരു അതിര് കെട്ടി അതിൻ്റെ ഉള്ളിൽ നിന്നാൽ മതിയോ? അതിരുകൾക്കപ്പുറം പോകണ്ടേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല. ഇവിടെ പറയുന്നത് മതിലുകൾ അത്യാവശ്യമാണ്, അയൽവാസിയുമായിട്ടുള്ള ബന്ധത്തിൽ നല്ല ബന്ധം നിലനിർത്തുന്നതിൽ മതിലുകൾ അത്യാവശ്യമാണ് എന്നുള്ളൊരു അഭിപ്രായം ഇവിടെ പറയുന്നു. രണ്ടാമത്തെ ഇവിടെ ജസ്റ്റ് ഒരു ചോദ്യം ചോദിക്കുകയാണ്, മതിൽ കെട്ടുന്നതാണോ അല്ലെങ്കിൽ അയൽവാസിയുടെ അഭ്യർത്ഥന അംഗീകരിക്കുന്നതാണോ നല്ല അയൽബന്ധം ഉണ്ടാക്കാൻ സഹായിക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായ അഭിപ്രായമായിരിക്കും. പിന്നെ ചോദിക്കുന്നത്, സത്യത്തിൽ നമുക്ക് മതിലുകൾ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. പിന്നെ പറയുന്നത് അതിരുകൾക്കപ്പുറം നമ്മൾ സഞ്ചരിക്കേണ്ടതെന്ന് ചോദിക്കുന്നു. ഏതായാലും അമിഗോ ബ്രദേഴ്സ്, വിരി തോമസിൻ്റെ അമിഗോ ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ ഒരു സ്റ്റോറിയാണ്. ഓക്കെ, രണ്ട് സഹോദരങ്ങളുടെ സ്റ്റോറിയാണ്. നമുക്ക് നോക്കാം എന്താണെന്ന്. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുക. ഓക്കെ. Antonio Cruz and Felix Vargas were both 17 years old. They were so together in friendship that they felt themselves to be brothers. They had known each other since childhood, growing up on the Lower East Side of Manhattan in the same building. ഇപ്പോൾ രണ്ട് വ്യക്തികൾ ആരൊക്കെയാണ് സുഹൃത്തുക്കളെന്ന് നോക്കിക്കോ. ഒന്ന് അന്റോണിയോ ക്രിസ് ആൻഡ് ഫെലിക്സ് വർഗാസ്. അപ്പോൾ അന്റോണിയോ ക്രിസും അതുപോലെ തന്നെ ഫെലിക്സ് വർഗാസും, ഈ രണ്ട് പേരുടെ കഥയാണ് ഇവിടെ പറയുന്നത്. ഇവർ രണ്ട് പേരും എന്താണ്, സുഹൃത്തുക്കളാണ്. ഓക്കെ, അപ്പോൾ അവരെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. നമ്മൾ നോക്കാം എന്താണ്. അന്റോണിയോ ക്രിസ് ആൻഡ് ഫെലിക്സ് വർഗാസ് വർ ബോത്ത് 17 years old. അന്റോണിയോ ക്രിസും അതുപോലെ തന്നെ ഫെലിക്സ് വർഗാസ്, അവർ രണ്ട് പേരുടെയും വയസ്സ് 17 വയസ്സായിരുന്നു. ഓക്കെ, സെയിം ഏജ്. ദ വർ സോ ടുഗദർ ഇൻ ഫ്രണ്ട്ഷിപ്പ്. അവർ വളരെ അങ്ങേയറ്റം സുഹൃത്ത് ബന്ധത്തിലായിരുന്നു എന്നുള്ളതാണ്. ദാറ്റ് ദ ഫെൽറ്റ് ദംസെൽസ് ടു ബി ബ്രദേഴ്സ്. അവർക്ക് രണ്ടു പേർക്കും എന്താ തോന്നിയത്, അവർ സഹോദരങ്ങളെപ്പോലെ തോന്നി എന്നുള്ളതാണ്. നമുക്കെപ്പോഴാണ് സഹോദരങ്ങളെപ്പോലെ തോന്നുക? വളരെയധികം. ഇപ്പോൾ നമ്മൾ ഒരാളോട് അങ്ങേയറ്റത്തെ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ തോന്നും നമ്മൾ സഹോദരന്മാരാണെന്ന് തോന്നും. അതുപോലെ ആർക്ക് തോന്നി? അന്റോണിയോ ക്രിസിനും ഫെലിക്സ് വർഗാസിനും തോന്നി. ദേ ഹാഡ് നോൺ ഈച്ച് അതർ സിൻസ് ചൈൽഡ്ഹുഡ്. അവർ ഇന്നോ ഇന്നലെയോ കണ്ട് പരിചയപ്പെട്ടവരല്ല, കുട്ടിക്കാലം മുതലേ അവർക്ക് പരസ്പരം അറിയാം. ഗ്രോവിങ് അപ്പ് ഓൺ ദ ലോവർ ഈസ്റ്റ് സൈഡ് ഓഫ് മാൻഹാറ്റൻ ഇൻ ദ സെയിം ബിൽഡിംഗ്. അവർ രണ്ടുപേരും വളർന്നത് എവിടെയാണ്? ലോവർ ഈസ്റ്റ് സൈഡിലെ, മാൻഹാട്ടൻ്റെ ലോവർ ഈസ്റ്റ് സൈഡിൽ ഒരേ ബിൽഡിങ്ങിലാണ് അവർ വളർന്നത്. അപ്പോൾ മാൻഹാട്ടൻ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരേ ബിൽഡിങ്ങിലാണ് ചെറുപ്പം മുതലേ നമ്മുടെ അന്റോണിയോ ക്രിസും ഫെലിക്സ് വർഗാസും വളർന്നത്. അവർ തമ്മിൽ അങ്ങേയറ്റത്തൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. അവർക്ക് പലപ്പോൾ അവർക്ക് തോന്നിയിട്ടുണ്ട് അവർ സഹോദരങ്ങളാണോ എന്ന് പോലും അവർക്ക് തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ അമിഗോ ബ്രദേഴ്സ് എന്ന് പറഞ്ഞ ബ്രദേഴ്സ് ആരൊക്കെയാണ്? അന്റോണിയോ ക്രിസും ഫെലിക്സ് വർഗാസുമാണ്. അവർ 17 വയസ്സായ രണ്ട് ചെറുപ്പക്കാരാണ്, ഒരുമിച്ച് വളർന്നവരാണ്, അങ്ങേയറ്റത്തെ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് തന്നെ തോന്നിയിട്ടുണ്ട് അവർ സഹോദരന്മാരെ പോലെയാണ്, ഒന്നുപോലും അവർക്ക് തോന്നിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. ഇനി അവരുടെ ശരീരപ്രകൃതിയെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അന്റോണിയോ വാസ് ഫെയർ, ലീൻ ആൻഡ് ലാങ്കി, വൈൽ ഫെലിക്സ് വാസ് ഡാർക്ക്, ഷോർട്ട് ആൻഡ് ഹസ്കി. അവിടെ പറയുന്നത് അന്റോണിയോ വാസ് ഫെയർ. അന്റോണിയോ നല്ല സുമുഖനായിരുന്നു, അല്ലെങ്കിൽ നല്ല വെളുത്ത നിറമായിരുന്നു. ലീൻ, വലിയ തടിയില്ലാതെ. ആൻഡ് ലാങ്കി എന്ന് പറഞ്ഞാൽ നീണ്ട. ഓക്കെ, അപ്പം നീണ്ടു മെലിഞ്ഞ
എന്താ പറയുക, നീണ്ട് മെലിഞ്ഞ, അതുപോലെ തന്നെ തടിയില്ലാത്ത വെളുത്ത നിറമുള്ള ഒരാളായിരുന്നു ആര്, നമ്മുടെ അന്റോണിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പറയുന്നത് രണ്ട് പേരുടെ ശരീരപ്രകൃതിയെക്കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ അന്റോണി അങ്ങനത്തെ ആളായിരുന്നു. ഫെയർ എന്ന് പറഞ്ഞാൽ സുന്ദരമായ അല്ലെങ്കിൽ വെളുത്ത, ലീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം മെലിഞ്ഞ, ലാങ്കി എന്ന് പറഞ്ഞാൽ പൊക്കമുള്ള മെലിഞ്ഞ ഒരു വെളുത്ത ഒരു ആളായിരുന്നു അന്റോണിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഫെലിക്സ് എന്തായിരുന്നു, ഫെലിക്സ് വാസ് ഡാർക്ക്, ഫെലിക്സിൻ്റെ കളർ ഇരുണ്ടതായിരുന്നു. ഷോർട്ട്, വലിയ ഉയരമൊന്നുമില്ല, കുറുകിയ ഒരാളായിരുന്നു. ആൻഡ് ഹസ്കി എന്ന് പറഞ്ഞാൽ നല്ല ബലമുള്ള വ്യക്തിയായിരുന്നു. അപ്പോൾ ബലമുള്ള കറുത്ത നിറമുള്ള ഉയരമില്ലാത്ത ആളായിരുന്നു ആര്, ഫെലിക്സ്. അപ്പോൾ അന്റോണിയോ വെളുത്തതും നീണ്ടു മെലിഞ്ഞ ഒരാളായിരുന്നുവെങ്കിൽ ഫെലിക്സ് ഇരുണ്ടതും നീളം കുറവുള്ളതും ബലമുള്ള ഒരാളായിരുന്നു. അന്റോണിയോസ് ഹെയർ വാസ് ആൾവേസ് ഫാളിങ് ഓവർ ഹിസ് ഐസ് വൈൽ ഫെലിക്സ് വോർ ഹിസ് ബ്ലാക്ക് ഹെയർ ഇൻ എ നാച്ചുറൽ ആഫ്രോ സ്റ്റൈൽ. ഇപ്പോൾ ഇവിടെ പറയുന്നത് ഇവരുടെ ഹെയർ സ്റ്റൈലിനെ കുറിച്ചാണ് പിന്നെ പറയുന്നത്. അന്റോണിയോസ് ഹെയർ വാസ് ആൾവേസ് ഫാളിങ് ഓവർ ഹിസ് ഐസ്. അന്റോണിയോയുടെ മുടി എപ്പോഴും തൻ്റെ കണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ കണ്ണിൻ്റെ മുകളിലൂടെ തൂങ്ങി കിടക്കുന്നതായിരുന്നു എന്നുള്ള മുടി. ഇങ്ങനെ ചില ആളുകളുടെ മുടി ഉണ്ടാവില്ലേ, കണ്ണും കൂടിയും കാണൂല ചില ആളുകൾക്ക്, അങ്ങനെ മുടി അവരുടെ കണ്ണിൻ്റെ മേലെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടാവും. അങ്ങനെയായിരുന്നു അന്റോണിയോയുടെ മുടി. വൈൽ ഫെലിക്സ് വോർ ഈസ് ബ്ലാക്ക് ഹെയർ ഇൻ എ നാച്ചുറൽ ആഫ്രോ സ്റ്റൈൽ. പക്ഷേ ഫെലിക്സിൻ്റെ മുടി സാധാരണയുള്ള ആഫ്രോ സ്റ്റൈലിലായിരുന്നു എന്നുള്ളതാണ്. വലിയ വലിപ്പമൊന്നും ഇല്ലാതെ അങ്ങനെ ഒരുപക്ഷെ ചുരുണ്ട ഒരു മുടിയായിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ പാരാഗ്രാഫിൽ അന്റോണിയെക്കുറിച്ച് പറഞ്ഞു. അന്റോണിയോ നല്ല സുമുഖൻ, അതുപോലെ തന്നെ നീണ്ടു മെലിഞ്ഞ ആളായിരുന്നു. ഫെലിക്സ് ഇരുണ്ടതും നീളം കുറവുള്ളതും അതുപോലെ ബലമുള്ള ഒരാളായിരുന്നു. അന്റോണിയോയുടെ മുടി അന്റോണിയോയുടെ കണ്ണിൻ്റെ മുകളിലൂടെ തൂങ്ങിയാടുന്ന മുടിയായിരുന്നുവെങ്കിൽ ഫെലിക്സിൻ്റെത് നേച്ചുറലായിട്ടുള്ള ആഫ്രോ സ്റ്റൈൽ മുടിയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇനി മൂന്നാമത്തെ പാരാഗ്രാഫിൽ എന്താ പറയുന്നത് നോക്കാം. ഈച്ച് യങ്സ്റ്റർ ഹാഡ് എ ഡ്രീം. ഈ രണ്ട് യുവാക്കൾക്കും എന്തുണ്ടായിരുന്നു, ഒരു സ്വപ്നമുണ്ടായിരുന്നു എന്നുള്ളതാണ്. സ്വപ്നമില്ലാത്ത ആരെങ്കിലും ലോകത്തുണ്ടോ? ഇപ്പം എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളിലെ ഓരോ ആളുകൾക്കും ഓരോ സ്വപ്നങ്ങളുണ്ടാവും. ഓരോ സ്വപ്നങ്ങളും വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ്. ഒരാളുടെ സ്വപ്നമായിരിക്കില്ല മറ്റൊരാൾക്ക്. പക്ഷേ നമ്മുടെ അന്റോണിയോ അതുപോലെ നമ്മുടെ ഈ രണ്ട് സഹോദരന്മാർ, ഈ രണ്ട് അന്റോണിയോ ആയാലും ഫെലിക്സ് ആയാലും രണ്ട് പേർക്കും എന്തായിരുന്നു, ഒരേ സ്വപ്നമായിരുന്നു ഉണ്ടായിരുന്നത്. എന്താണത്? ഓഫ് സം ഡേ ബിക്കമിങ് എ ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ഓഫ് ദ വേൾഡ്. ലോകത്തിലെ ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ആവണം എന്നുള്ളതാണ്. അത് ഗുസ്തിയിൽ ഈ ലൈറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഭാരം കുറവുള്ള ആളുകളുടെ അറിയാം നിങ്ങൾക്ക്. കാരണം ഭാരമുള്ള ആളുകൾ ഒരു കാറ്റഗറി ആയിരിക്കും, ഭാരമില്ലാത്ത ആളുകൾ വേറൊരു കാറ്റഗറി ആയിരിക്കും. ഏതായാലും ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ആവണം ലോകത്തിൽ എന്നുള്ളതായിരുന്നു അന്റോണിയോയുടെ സ്വപ്നം. അതേ സ്വപ്നം തന്നെയായിരുന്നു ആരുടേത്, ഫെലിക്സിൻ്റേതും അതേ സ്വപ്നമായിരുന്നു. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് യുവാക്കൾക്ക് ഒരേ സ്വപ്നമായിരുന്നു. എന്താണത്? ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ഓഫ് ദ വേൾഡ്, ലോകത്തിലെ ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ആവണം എന്നുള്ളത്. അപ്പോൾ രണ്ടു പേർക്കും ഒരേ സ്വപ്നമായിരുന്നു, രണ്ടു പേർക്കും ഒരേ വയസ്സായിരുന്നു, രണ്ടുപേരും കുട്ടിക്കാലം മുതൽക്ക് അറിയാമായിരുന്നു. രണ്ടുപേരും മൻഹാട്ടനിലെ ഒരു ബിൽഡിങ്ങിലാണ് ജനിച്ചു വളർന്നത്. പക്ഷെ രണ്ടുപേരുടെ ശരീരപ്രകൃതി ഒന്നായിരുന്നു. ഒരാൾ കറുത്തിട്ട് ഒരാൾ വെളുത്തിട്ടായിരുന്നു, ഒരാൾ നീളമുള്ളത് ഒരാൾ നീളം കുറഞ്ഞത്, ഒരാളുടെ മുടി നല്ല വലിപ്പമുള്ളതായിരുന്നു, മറ്റൊരാൾ കുറേ ഷോർട്ടായിരുന്നു. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ഉള്ളത്. ഏതായാലും നമുക്ക് നോക്കാം എന്താ അടുത്ത് പറയുന്നതെന്നുള്ളത്. എവറി ചാൻസ് ദ ഹാഡ് ദ ബോയ്സ് വർക്ക്ഡ് ഔട്ട്, സംടൈംസ് അറ്റ് ദ ബോയ്സ് ക്ലബ് ആൻഡ് സംടൈംസ് അറ്റ് ദ ജിം. അപ്പോൾ ഓരോ ചാൻസ് കിട്ടുമ്പോഴും അവരെന്ത് ചെയ്യും, അവർ വർക്കൗട്ട് ചെയ്യും. കാരണം അവർക്ക് ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ആവണ്ടേ. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും നല്ല പരിശീലനം വേണം. അവർ നല്ല വർക്കൗട്ട് ചെയ്യും. എവിടെയൊക്കെ ചെയ്യുക? ബോയ്സ് ക്ലബ്ബ് പറഞ്ഞ ക്ലബ്ബുണ്ട്, ആ ക്ലബ്ബിൽ ചെയ്യും. അല്ലെങ്കിൽ അവർ ജിമ്മിൽ പോയിട്ട് ചെയ്യും. ഏർലി മോർണിംഗ് സൺറൈസേഴ്സ് വുഡ് ഫൈൻഡ് ദം റണ്ണിങ് അലോങ് ദ ഈസ്റ്റ് റിവർ ഡ്രൈവ് wrapped in set shirts and short towels around their necks. ഇവിടെ പറയുന്നത് എവറി മോർണിംഗ്, എല്ലാ പ്രഭാതത്തിലും സൺറൈസേഴ്സ് വുഡ് ഫൈൻഡ് ദം റണ്ണിങ് അലോങ് ദ ഈസ്റ്റ് റിവർ ഡ്രൈവ്. അവർ ഈസ്റ്റ് റിവർ ഡ്രൈവിലൂടെ ഓടുന്നതായിരിക്കും പ്രഭാത കിരണങ്ങൾ ഉദിക്കുമ്പോൾ കാണുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അവരെങ്ങനെ ഓടുന്നത്? റാപ്പിഡ് ഇൻ സെറ്റ് ഷർട്ട്സ്, അവരുടെ ഷർട്ടൊക്കെ ആകെ സെറ്റായിട്ടുണ്ടാവും, വിയർപ്പിൽ മുങ്ങിയിട്ടുണ്ടാവും. ആൻഡ് ഷോർട്ട് ടവൽസ് എറൗണ്ട് ദെയർ നെക്കസ്, അവരുടെ കഴുത്തിന് ചുറ്റും എന്തുണ്ടാവും? ഒരു ടവലുണ്ടാവും. അപ്പോൾ കഴുത്തിന് ചുറ്റും ഒരു ടവല് കെട്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു? അവർ അതിരാവിലെ അവരെന്ത് ചെയ്യുന്നു?
ഈസ്റ്റ് റിവർ ഡ്രൈവിലൂടെ അവർ ഓടുന്നുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ സൂര്യന് ഉദിക്കുമ്പോൾ സൂര്യൻ്റെ രശ്മികൾ കാണുന്നത് ഇവരെ ആയിരിക്കും എന്നുള്ളതാണ്. അത്ര പ്രഭാതത്തിൽ അവർ പോകുന്നു എന്നുള്ളതാണ്. അവരുടെ ഷർട്ടൊക്കെ ആകെ വിയർപ്പിൽ കുളിച്ചിട്ടുണ്ടാവും. ഒരു ടവൽ അവരുടെ കഴുത്തിന് ചുറ്റും കെട്ടിയിട്ടുണ്ടാവും. വെൽ സം യങ്സ്റ്റേഴ്സ് were into street negatives. Antonio and Felix slept, ate, wrapped and dreamt positive. അതാണ് ഇവിടെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. വൈൽ സം യങ്സ്റ്റേഴ്സ് were into street. അന്റോണിയോ അതുപോലെ തന്നെ ഫെലിക്സ് ഇവരെ പോലെ ഒരുപാട് യുവാക്കളുണ്ട്. ഓക്കെ, ഇവരുടെ നാട്ടിൽ അവരൊക്കെ എന്താണ്, അതിൽ പല ആളുകളും നെഗറ്റീവ് കാര്യങ്ങളിലോട്ട് പോകുമ്പോൾ, വളരെ മോശമായ കാര്യങ്ങളിലോട്ട് പോകുമ്പോൾ അന്റോണിയോ ആൻഡ് ഫെലിക്സ് എന്താ ചെയ്യുന്നത്? സ്ലെപ്റ്റ്, അവർ ഉറങ്ങി. അതുപോലെ എയ്റ്റ്, അവർ ഭക്ഷണം കഴിച്ചു. റാപ്പിഡ്, അവരെ എന്ത് ചെയ്തു? പരസ്പരം ആശയവിനിമയങ്ങളൊക്കെ നടത്തി. ആൻഡ് ഡ്രീംഡ് പോസിറ്റീവ്, അവർ എന്ത് ചെയ്തു? പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ സ്വപ്നം കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പറയുന്നൊന്നുമില്ല. അന്റോണിയോ ഫെലിക്സ് പോസിറ്റീവായ കാര്യങ്ങളോട് പോകുമ്പോൾ അവരുടെ അതേ പ്രായക്കാരെന്തുണ്ട് ആ നാട്ടിൽ നെഗറ്റീവായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ മറ്റുള്ള ആളുകൾ നെഗറ്റീവ് കാര്യങ്ങളിലോട്ട് പോകുമ്പോൾ ഇവരെന്ത് ചെയ്തു? നല്ല ഭക്ഷണം കഴിച്ച് ഉറങ്ങി അവരുടെ സ്വപ്നങ്ങളൊക്കെ കണ്ടു എന്നുള്ളതാണ്. ബെറ്റ്വീൻ ദം ദ ഹാഡ് എ കളക്ഷൻ ഓഫ് ഫൈറ്റ് മാഗസിൻസ്. അവരുടെ കയ്യിൽ ഒരു ഫൈറ്റ് മാഗസിൻ്റെ ഒരു കളക്ഷനുണ്ട്. ഫൈറ്റ് മാഗസിൻ, ഇപ്പോൾ ഗുസ്തി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കുന്ന മാഗസിനില്ല, അതിൻ്റെ ഒരു കളക്ഷൻ അവിടെ കയ്യിലുണ്ട്. പ്ലസ് എ സ്ക്രാപ്പ് ബുക്ക് ഫില്ലഡ് വിത്ത് torn tickets to every boxing match they had ever attended and some clippings of their own. പിന്നെ അവരുടെ കയ്യിൽ എന്താണ്? ഫൈറ്റ് മാഗസിൻ്റെ ഒരു കളക്ഷൻ ഉണ്ട്. കാരണം ഇവർക്ക് അത്രമാത്രം ഇഷ്ടമാണ് ഈ ഗുസ്തി അല്ലെ ബോക്സിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർ ഫൈറ്റ് മാഗസിൻ്റെ, ഇപ്പോൾ ചില ആളുകളില്ലേ സിനിമയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, സിനിമ മാഗസിന് അതൊക്കെ അവരെപ്പോഴും സൂക്ഷിച്ചു വെക്കും. ഓരോ ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ സൂക്ഷിച്ചു വെക്കും എന്നുള്ളതാണ്. ഏതായാലും നമ്മുടെ അന്റോണിയോ അതുപോലെ തന്നെ ഫെലിക്സുടെ സ്വപ്നം, ഈ രണ്ട് ചെറുപ്പക്കാരുടെയും സ്വപ്നം ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ആവുക എന്നുള്ളതാണ്. ലോകത്തിലെ ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ആവുക. സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്തു? ഈ ഫൈറ്റ് മാഗസിൻ്റെ ഒരു കളക്ഷനൊക്കെ അവരുടെ കയ്യിലുണ്ടായിരുന്നു എല്ലാം. അതുപോലെ തന്നെ അവരുടെ കയ്യിൽ സ്ക്രാപ്പ് ബുക്ക് ഉണ്ടായിരുന്നു. സ്ക്രാപ്പ് ബുക്ക്, ഒരു പഴയൊരു ബുക്ക് ഉണ്ടായിരുന്നു. ആ ബുക്കിൽ അവരെന്താ ചെയ്തത്? ഫില്ലഡ് വിത്ത് torn tickets to every boxing match they had ever attended and some clippings of their own. അവർ ബോക്സിങ് കാണാൻ വേണ്ടി പോകും. അപ്പോൾ വെറുതെ ആരെയും കയറ്റില്ല. ഇപ്പോൾ കാണാൻ പോകുമ്പോൾ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഇവർ രണ്ടുപേരും ടിക്കറ്റ് എടുക്കും. ബോക്സിങ് കാണാനുള്ള, ഗുസ്തി കാണാനുള്ള ടിക്കറ്റ് എടുക്കും. ടിക്കറ്റ് എടുക്കുമ്പോൾ സ്വാഭാവികമാണ്, നമ്മൾ ടിക്കറ്റ് കാണിച്ചിടുമ്പോൾ അത് കീറി കണ്ടല്ലേ തരിക, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ അത് കീറി തരും. അവർ ആ ടിക്കറ്റ് കീറിയ ടിക്കറ്റ് അവരൊരു പുസ്തകത്തിൽ ഇങ്ങനെ ഒട്ടിച്ചു വെക്കും. ഒരുപാട് മാച്ചുകൾ അവർ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഗുസ്തി. ആ ഗുസ്തി കാണാനുള്ള ടിക്കറ്റ്, ആ കീറിയ ടിക്കറ്റ് അവരെന്ത് ചെയ്യും? ആ കളി കഴിഞ്ഞതിന് ശേഷം അവരൊരു പുസ്തകത്തിൽ ഒട്ടിച്ചു വെക്കും എന്നുള്ളതാണ്. കാരണം അത്രമാത്രം അവർക്ക് ഇഷ്ടമായിരുന്നു എന്നുള്ളതാണ്. ആൻഡ് സം ക്ലിപ്പിങ്സ് ഓഫ് ദെയർ ഓൺ. അതുപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വരുന്നതൊക്കെ അവരെന്ത് ചെയ്യും? ഒട്ടിച്ചു വെക്കും എന്നുള്ളതാണ്. ഇനി എന്താ സംഭവിക്കുന്നത് നോക്കാം. Now after a series of elimination bouts, they had been informed that they were to meet each other in the division finals that were scheduled for the 7th of August, 2 weeks away. The winner to represent the boys club in the Golden Gloves Championship tournament. ഇനിയാണ് മറ്റൊരു കാര്യം പറയുന്നത്. എന്താണത്? ആഫ്റ്റർ എ സീരീസ് ഓഫ് എലിമിനേഷൻ ബൗട്ട്സ്. ബൗട്ടാണ് ശരിക്കും സംഘട്ടനം, ബൗട്ട്സാണ് സംഘട്ടനം. ഇപ്പോൾ ഒരുപാട് സംഘട്ടനത്തിന് ശേഷം, അല്ലെങ്കിൽ ഒരുപാട് ഗുസ്തി മത്സരത്തിന് ശേഷം ദ ഹാഡ് ബീൻ ഇൻഫോംഡ്. കാരണം ഇവർ രണ്ടുപേരും ഒരുപാട് ഗുസ്തി മത്സരങ്ങളിൽ പങ്കെടുത്തു. അങ്ങനെ പങ്കെടുത്ത് എന്ത് ചെയ്തു? ഇവരിങ്ങനെ ജയിച്ച് വന്നു. ഇവരൊപ്പമുള്ള ആളുകളിങ്ങനെ അതിൽ നിന്ന് പിന്തള്ളപ്പെട്ടപ്പോൾ ഇവർ രണ്ടുപേരും ജയിച്ചു. അപ്പോൾ ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്ന മറ്റാളുമായിട്ടാണ്. അന്റോണിയോ വേറെ ഒരു ടീമിനോട് ഫൈറ്റ് ചെയ്യും, അതുപോലെ തന്നെ ഫെലിക്സ് മറ്റൊരു ടീമിനോട് ഫൈറ്റ് ചെയ്യും. ഇവർ അന്റോണിയോ ആ ഭാഗത്ത് ജയിക്കുന്നു, ഫെലിക്സ് ഈ ഭാഗത്ത് ജയിക്കുന്നു. ഇവർ ജയിച്ച് ഇങ്ങനെ വന്നു. അവസാനം എന്ത് സംഭവിച്ചു? അവസാനം ഡിവിഷൻ ഫൈനലിൽ ഇവരെ ഇൻഫോം ചെയ്തു, ഇവരെ അറിയിച്ചു. എന്ത്? ഡിവിഷൻ ഫൈനലിൽ നിങ്ങൾ രണ്ടുപേരുമാണ് ഏറ്റുമുട്ടുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇനിയുള്ള മത്സരത്തിൽ ആരാണ് ഏറ്റുമുട്ടുന്നത്? അന്റോണിയോയും ഫെലിക്സുമാണ് ഏറ്റുമുട്ടുന്നത് എന്നുള്ളത്. അതെന്നാണ് സംഭവിക്കുന്നത്? ഓഗസ്റ്റ് 7-ാം തീയതി, 2 weeks away, ഇനി 2 ആഴ്ച ഉണ്ട്. ദ വിന്നർ ടു റെപ്രസെൻറ്റ് ദ ബോയ്സ് ക്ലബ്ബ് ഇൻ ദ ഗോൾഡൻ ഗ്ലൗസ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻറ്റ്. അപ്പോൾ ഇതിലുള്ള വിജയി, ഡിവിഷൻ ഫൈനലിലുള്ള വിജയി എന്ത് സംഭവിക്കും? ബോയ്സ് ക്ലബിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യും?
ഗോൾഡൻ ഗ്ലൗസ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻറ്റിൽ പങ്കെടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗോൾഡൻ ഗ്ലൗസ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻറ്റിലാണ് അതിൽ ജയിക്കുന്ന ആൾക്കാണ് എന്ത് സംഭവിക്കുക, ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യനാകാൻ സാധിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിനൊരു തടസ്സമുണ്ട്. ഇവരുടെ രണ്ട് പേരുടെയും സ്വപ്നം അതാവുക എന്നുള്ളതാണ്. പക്ഷെ എന്താ സംഭവിക്കുക, അതാവാൻ കഴിയുമോ? അതാവുന്നതിന് മുമ്പ് ഡിവിഷൻ ഫൈനലിൽ ഇവർ രണ്ട് പേരാണ് ഏറ്റുമുട്ടുന്നത്. ഡിവിഷൻ ഫൈനലിൽ ഇവർ രണ്ടുപേരും ഏറ്റുമുട്ടുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്കല്ലേ ജയിക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു വിഷയം കിടക്കുന്നത്. ഏതായാലും ഇവർ ഒരുപാട് സംഘടനകളിൽ ഏർപ്പെട്ട് വിജയിച്ചു വന്നു. അവസാനം ഇവരെ അറിയിച്ചു എന്ത്, നിങ്ങൾ അടുത്ത ഓഗസ്റ്റ് 7-ാം തീയതി നിങ്ങൾ രണ്ടുപേരും തമ്മിലാണ് മത്സരം. അതിൽ വിജയിക്കുന്ന ആൾക്ക് എന്ത് ചെയ്യാം, ബോയ്സ് ക്ലബിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഗോൾഡൻ ഗ്ലൗസ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻറ്റിൽ പങ്കെടുക്കാമെന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഭയങ്കര വിഷമം ഉണ്ടാവില്ലേ? കാരണം ഇവർക്ക് രണ്ട് പേർക്കും എന്ത് വേണം, ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യനാണ്. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ഇവർ രണ്ടുപേരും തമ്മിലാണ് മത്സരം വന്നത്. ഏതായാലും ഒരാൾക്കേ ജയിക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഏതായാലും രണ്ടുപേരും എന്ത് ചെയ്തു, ദ ടു ബോയ്സ് കണ്ടിന്യൂഡ് ടു റൺ ടുഗദർ അലോങ് ദ ഈസ്റ്റ് റിവർ ഡ്രൈവ്. അവരെല്ലാ ദിവസവും ഈസ്റ്റ് റിവർ ഡ്രൈവിലൂടെ അവരെന്ത് ചെയ്യാറുണ്ട്, ഓടാറുണ്ട്. അപ്പോൾ ഇവർ ഈ ന്യൂസ് അറിഞ്ഞു, ഇവർ രണ്ടുപേരുമാണ് ഇനി ഏറ്റുമുട്ടാൻ പോകുന്നതെന്നുള്ളത്. എന്നാലും അവരുടെ ആ ഓട്ടം അവരെന്ത് ചെയ്തില്ല, നിർത്തിയില്ല, അവരത് തുടർന്നു. പക്ഷേ ബട്ട് ഈവൻ വെൻ ജോക്കിംഗ് വിത്ത് ഈച്ച് അതർ ദ ബോത്ത് സെൻസഡ് എ വാൾ റൈസിങ് ബിറ്റ്വീൻ ദം. പക്ഷെ എന്താ സംഭവിച്ചത്, ഇവർ രണ്ടുപേരും ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓടി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴും അവരിങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കി, അവരുടെ രണ്ടുപേരുടെയും ഇടയിൽ ഒരു മതിൽ ഉയർന്നു വരുന്നതായിട്ട് അവർക്ക് തോന്നി. ആ മതിൽ എന്ന് പറഞ്ഞാൽ കാണാൻ കഴിയാത്ത മതിൽ, അങ്ങനെ ഉണ്ടാവില്ലേ? നമ്മുടെ സുഹൃത്തുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു അകൽച്ച ഫീൽ ചെയ്യും ഇല്ലേ? അതുപോലെ തന്നെ ഇവർക്ക് രണ്ടുപേരുടെയും ഇടയിൽ എന്തോ ഒരു അകൽച്ച ഫീൽ ചെയ്യാൻ വേണ്ടി ഇവർക്ക് തോന്നി. ഓക്കെ, അങ്ങനെ അകൽച്ച, ഒരു മതിൽ ഉയരുന്നത് പോലെ തോന്നി എന്നാണ് പറഞ്ഞത്. കാരണം ഇവർ രണ്ടുപേരും ഏറ്റുമുട്ടാൻ വേണ്ടി പോവുകയാണ്. സ്വാഭാവികമായി ഇതുവരെ അങ്ങനെ ആയിരുന്നില്ല. ഇതുവരെ അവർ പ്രാക്ടീസ് ചെയ്യുന്നു. ആൻ്റോണി ഒരു ടീമിനോട് ഏറ്റുമുട്ടുമ്പോൾ എന്ത് ചെയ്യും, ആൻ്റോണി ഒരാളുമായിട്ട് ഗുസ്തി മത്സരത്തിൽ ഏർപ്പെടുമ്പോൾ ഫെലിക്സ് മറ്റൊരാളുമായിട്ടായിരുന്നു ഏർപ്പെട്ടിരുന്നത്. പക്ഷേ ഇനിയിപ്പോൾ രണ്ടുപേരും പരസ്പരം എന്ത് ചെയ്യാണ്, ഏറ്റുമുട്ടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തു, അവർ പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ തമാശയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, അവരുടെ ഇടയിൽ ഒരു മതിൽ ഉയർന്നു വരുന്നത് പോലെ അവർക്ക് തോന്നി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്ര എടുത്താൽ മതി. കാരണം കാര്യങ്ങൾ വളരെ സിമ്പിൾ, നല്ല രസമുള്ള ഒരു സ്റ്റോറിയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള ഭാഗം എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ആൻ്റോണിയോ ക്രെസു, ഫെലിക്സ് വർഗ സുഹൃത്തുക്കളായിരുന്നു. 17 വയസ്സാണ് രണ്ടുപേർക്കുള്ളത്. ഒരുമിച്ച് വളർന്നവരാണ്. രണ്ടുപേരുടെയും സ്വപ്നം എന്താണ്, ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ഓഫ് ദ വേൾഡ് ആവണം. പക്ഷേ അവർ ഒരുപാട് ഗുസ്തിയിലൊക്കെ പങ്കെടുത്ത് അവരിങ്ങനെ വിജയിച്ച് വന്നപ്പോൾ അവസാനം എന്ത് ചെയ്തു, ഓഗസ്റ്റ് 7-ാം തീയതി ഡിവിഷൻ ഫൈനലാണ്. അതിൽ ഇവർ രണ്ടുപേരുമാണ് ഏറ്റുമുട്ടേണ്ടത്. അതിൽ വിജയിക്കുന്ന ആൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, ബോയ്സ് ക്ലബിൻ്റെ പ്രതിനിധിയായിട്ട് ഗോൾഡൻ ഗ്ലൗസ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻറ്റ് പങ്കെടുക്കാൻ സാധിക്കുള്ളൂ. ഇതറിഞ്ഞപ്പോൾ അവരുടെ പ്രാക്ടീസ് തുടർന്നു. പക്ഷേ അവരുടെ ഇടയിൽ ഒരു മതിൽ ഉയർന്നു വരുന്നത് പോലെ എന്ത് ചെയ്തു, അവർക്ക് തോന്നി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക, നമുക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.